എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് പ്രോഗ്രാമൊന്നുമല്ല, ഒരു റൈഡിങ് പ്രോഗ്രാമാണ്. നമ്മുടെ വീടിൻ്റെ അടുത്താണ് മലയാറ്റൂർ. അപ്പോൾ പ്രോഗ്രാമൊന്നുമില്ല, 2 ദിവസത്തേക്ക് ഓഫായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു റൈഡ് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ യൂസ് ചെയ്യുന്ന ബൈക്ക് ഒരു 2016 മോഡൽ ഡ്യൂക്ക് 200 ആണ്. ഇന്നൊരു റൈഡിങ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. റൈഡിങ് ഗിയേഴ്സൊക്കെ ഇട്ട് വണ്ടി ഒന്ന് റവ് ചെയ്തിട്ട് മമ്മിക്കൊരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ മലയാറ്റൂർ. ആക്ച്വലി ഞാൻ ബൈക്ക് എടുത്ത് പുറത്തിറങ്ങിയിട്ട് കുറേ നാളായി, അതുകൊണ്ട് വലിയ അക്രമമൊന്നും കാണിക്കാനൊന്നുമില്ല, സമാധാനമായിട്ടാണ് പോയെ. അങ്ങനെ നമ്മൾ മലയാറ്റൂർ അടിവാരം എത്താറായി ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാറ്റൂർ നക്ഷത്ര തടാകമാണ്. ഞാൻ മലേൻ്റെ മേലെ കയറിയിട്ട് ഈ റോഡും തടാകവും ഒക്കെ കാണിച്ചു തരാം. മലേൻ്റെ മേലെ കയറിയിട്ട് ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. സോ നമുക്ക് ടൈം കളയാണ്ട് വേഗം തന്നെ മലയാറ്റൂർ മല കയറാം. അങ്ങനെ ഞാൻ മലയാറ്റൂർ മലേൻ്റെ തൊട്ട് താഴെ എത്തി. ഇനി ബൈക്കൊന്ന് പാർക്ക് ചെയ്തിട്ട് നേരെ നമുക്കങ്ങ് മല കയറി സ്റ്റാർട്ട് ചെയ്യാം. ഈ പോകുന്ന പോക്കൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട, കാരണം പണി വരുന്നേ ഉള്ളൂ. ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമേ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൂ, പിന്നെയെന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള കയറ്റമാണ്. അങ്ങനെ നമ്മൾ മല കയറാൻ വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന പ്ലേസാണിത്. ഈ ഭാഗം മാത്രമേ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം കുത്തനെയുള്ള കയറ്റങ്ങളാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഓൾസോ നമുക്കിവിടെ കുറേ കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റും. ബട്ട് ഇത് മാത്രമല്ല, വേറെയും കുറേ വൈൽഡ് ആനിമൽസൊക്കെ ഉണ്ട്. സോ എന്തായാലും ഞാൻ എൻ്റെ കണ്ണിൽ പറഞ്ഞ എല്ലാ വൈൽഡ് ആനിമൽസിൻ്റെയും ഫൂട്ടേജൊക്കെ മാക്സിമം ഈ വ്ളോഗിൽ ആഡ് ചെയ്യാൻ നോക്കാം. പോണ വഴി ടയേർഡാണെങ്കിൽ ഇതേപോലെ ടാപ്പും അതിനകത്ത് വെള്ളമുണ്ട്, നമുക്ക് ഫ്രഷ് ആവാനുള്ള സർവീസസ് ഇവിടെയുണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ ഫസ്റ്റ് ലാൻഡ്മാർക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ പില്ലറിൽ 1 എന്ന് എഴുതിയേക്കണ കാണാം, അതിൻ്റെ മേലെ ഒരു ഡ്രോയിങ്ങും കാണാം. ടോട്ടൽ ഇതേപോലെ 14 ലാൻഡ്മാർക്സാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെയുള്ള റിസ്ക്കി ആയിട്ടുള്ള കല്ലുകളുടെ മേലെ കൂടി കേട്ടോ നമ്മൾ നടന്ന് മേലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ നടന്ന് നമ്മുടെ 9ാമത്തെ ലാൻഡ്മാർക്കിൻ്റെ അടുത്തെത്തി. അങ്ങനെ ഞാൻ നടന്ന് ഏറ്റവും ലാസ്റ്റ് 13ാമത്തെ ലാൻഡ്മാർക്കിൻ്റെ അടുത്തെത്തി. എന്തായാലും നമ്മുടെ അവസാന ലാൻഡ്മാർക്കായ 14ാമത്തെ ലാൻഡ്മാർക്കിൻ്റെ അടുത്തെത്തി. നമ്മൾ ഇത്രയും വലിയ മല കയറിയിട്ടാട്ടോ ഇവിടെ എത്തിയിരിക്കുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര ശോകമായിരുന്നു. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരു സ്റ്റോർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കയറി വെള്ളം കുടിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. ഓൾസോ ഒരു ചെറിയൊരു കാര്യം കൂടി കാണിക്കാനുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം വലിയ കുറേ കുരിശുകളുണ്ട്. മുകളിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ കുരിശുകളൊക്കെ കാണാൻ പറ്റും. ഇത് ഓരോരോ ഇടവകക്കാരൊക്കെ ഈ വലിയൊരു മല ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. സമ്മതിക്കുന്ന ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ ഒറിജിനൽ സൈസ് കാണിച്ചു തരാം. കണ്ടോ, ഇത്ര വലിയ കുരിശുകളാണ് ഇവർ ഇത്രയും വലിയ മലയൊക്കെ ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. സമ്മതിക്കുന്ന ഒരു രക്ഷയില്ല. ഇവിടുത്തെ ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പോൾ ഇതിൻ്റെ മേലെ എത്തിയപ്പോഴേക്കും പാടുമായി. അപ്പോൾ അത്ര പേര് ഇതൊക്കെ പിടിച്ച് ഇതിൻ്റെ മേലെ എത്തിക്കണമെങ്കിൽ എത്ര എഫേർട്ടാണെന്ന് ആലോചിച്ച് നോക്കണം. സോ ഗായ്സ്, ഇതിൻ്റെ മേലെ ജീപ്പേ ഇല്ല, അതുകൊണ്ട് നമുക്ക് സ്റ്റോറിൽ നിന്നൊന്നും മേടിക്കാൻ പറ്റിയില്ല. ബട്ട് തൽക്കാലം ഇവിടെ കുറച്ച് വെള്ളം കിട്ടി. നമുക്ക് ഈ സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് ഒരു സമാധാനം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മലയാറ്റൂർ വരാണെങ്കിൽ ജീപ്പേ ഉണ്ടായിട്ട് കാര്യമില്ല, ലിക്വിഡ് മണി തന്നെ കയ്യിൽ വേണം. സോ മലയാറ്റൂർ ഏറ്റവും മേലെ കയറി കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പള്ളിയാണ്. ഓൾസോ ഇത് ആന കുത്തിയ പള്ളി എന്നും അറിയപ്പെടാറുണ്ട്. നല്ല വർഷം പഴക്കമുള്ള പള്ളിയാണ്. ഇത് നമ്മുടെ പുതിയ പള്ളി. ഇതൊക്കെ ഇവിടുത്തെ ഓരോരോ വ്യൂ പോയിന്റുകളാണ്. പള്ളീൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ എത്ര മേലെയാണെന്ന് അറിയാം. നല്ല കാറ്റൊക്കെ ആയിട്ട് ഇവിടെ നല്ല രസമാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മലയാറ്റൂർ പള്ളീൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ. അടിപൊളിയാണ്. നമ്മൾ നേരെ ആ വഴി കയറിയിട്ട് പുതിയ പള്ളീൻ്റെ ഫ്രണ്ടിലെത്തും. അവിടെ നിന്ന് നേരെ അതിൻ്റെ ബാക്കിൽ പഴയ പള്ളിയുണ്ട്. അതിൻ്റെ ബാക്കിലാണ് നമ്മുടെ സ്റ്റോറും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ സംഭവം കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ചില്ലുകൂട്ടിൻ്റെ ഉള്ളിൽ 2 വൈറ്റ് റൗണ്ട് കണ്ടോ? ആ വൈറ്റ് റൗണ്ടിൻ്റെ ഉള്ളിലാണ് നമ്മുടെ തോമസ് ലീഹൻ്റെ കാല് പതിഞ്ഞ പാറയാണെന്ന് അത് വിശ്വസിച്ച് വരുന്നത്.
ഗൈസ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ വ്യൂ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ആ താഴെ കാണുന്നതാണ് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ വന്ന ആ റോഡും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് അതിലെ കൂടെ വണ്ടികളൊക്കെ പോകുന്നത് കാണാം. ആ വഴിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. അതാണ് നമ്മുടെ നക്ഷത്ര തടാകം അതിൻ്റെ സൈഡിൽ കാണുന്നത്. അതിൻ്റെ ബാക്കിലും കുറേ പ്ലേസസ് ഉണ്ട്, ബട്ട് അത് ഏതാണെന്ന് പ്രോപ്പറായിട്ട് എനിക്ക് അറിയില്ല. ബട്ട് എന്നാലും ഇവിടെ നോക്കി കഴിയുമ്പോൾ നമ്മൾ എത്ര ഹൈറ്റിലാണ് വന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറേ സ്പോട്ടുകൾ സ്പോട്ട് ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ കുറച്ച് അടിപൊളി വീഡിയോസും ഫുട്ടേജൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. നല്ല ടയേർഡായതുകൊണ്ട് ഞാൻ അവിടെയുള്ള പാറേൻ്റെ മേലെ ഒരു 10 മിനിറ്റ് കിടന്നുറങ്ങി. കാരണം നട്ടലെല്ലാം ഒരുമാതിരി റബ്ബർ പോലെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തു. പിന്നെ മലയാറ്റൂർ പള്ളീൻ്റെ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. കാരണം നമുക്ക് താഴെ നക്ഷത്ര തടാകം കാണേണ്ടതാണ്. ഇടയിൽ വെച്ചൊരു മലയണ്ണാനെ കണ്ടായിരുന്നു. പുള്ളിക്കാരൻ നൈസായിട്ട് മരക്കൊമ്പിലേക്കൂടെ ചാടി ഓടി പോകണ്ടായിരുന്നു. ഞാൻ പിന്നെ വനാന്തരങ്ങളിലേക്കൂടെ താഴത്തേക്ക് ഇറങ്ങി. ഇവിടെ നല്ല സൗണ്ടാട്ടോ, നല്ല കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റിയായിരുന്നു. അങ്ങനെ ഞാൻ മല ഇറങ്ങി താഴെ എത്തി. ഇനി ബൈക്ക് എടുത്തിട്ട് അടുത്തുള്ള സ്റ്റോറിലേക്ക് പോകണം. കാരണം നല്ല ടയേർഡാണ്, എനർജി ഭയങ്കര കുറവാണ്. അങ്ങനെ ഞാൻ ഗ്ലൂക്കോസൊക്കെ കയറ്റി നക്ഷത്ര തടാകത്തിൻ്റെ സൈഡിലുള്ള ഒരു സ്റ്റോറിലിരിക്കുകയായിരുന്നു. ബൈക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ബൈക്കിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇവനാണ് ഇന്നത്തെ സ്റ്റാർ. മല ഇറങ്ങി വന്നപ്പോഴേക്കും എൻ്റെ അവസ്ഥ ഇങ്ങനെയായി. വേർത്ത് കുളിച്ചൊരു പരിവമായി. പിന്നെ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്തില്ല. നക്ഷത്ര തടാകത്തിൻ്റെ കുറച്ച് അടിപൊളി ഫൂട്ടേജൊക്കെ എടുത്തു. ആക്ച്വലി കുറച്ച് നേരം കൂടി എനിക്കിവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് മഴ വരുന്നത് കൊണ്ടും പിന്നെ നാളെ പ്രോഗ്രാം ഉള്ളതുകൊണ്ടും വേഗം വീട്ടിൽ പോകണം. അതുകൊണ്ട് മനസ്സോടെ ഞാൻ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് എന്തായാലും വേറൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ ഇത്ര നേരം എൻ്റെ വ്ളോഗ് കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.